Hi guys, welcome back to Edupolis. മക്കളെ സുനിഹാൽ സാറാണ്. നമ്മൾ സോഷ്യൽ സയൻസ് എക്സാമാണ് വരാൻ വേണ്ടി പോകുന്ന എക്സാമുകൾ ഒരുപാട് ഓരോന്ന് കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ടഫ്നെസ് നമ്മൾ മനസ്സിലായിക്കൊണ്ട് കാണാം. പക്ഷേ ഡോണ്ട് വറി, സോഷ്യൽ സയൻസ് നിങ്ങൾ ഒരു തരി പോലും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നമ്മൾ പറയില്ലേ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞ പോലെ എക്സാംസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫുൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ലൈവിലൂടെ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ നോ ടെൻഷൻ, നോ വറീസ്, നമ്മൾ സെറ്റ് ആയി തരും. റെഡി? സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ അനാലിസിസ്, സാമൂഹ്യ വിശകലനം ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്റേഴ്സിൽ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമ്മുടെ ചാനലാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായി വീഡിയോ ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിന്റെ ഒരുപാട് ഷോർട്ട് വീഡിയോസും പ്രഡിക്ഷനൊക്കെ നിഹാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജായ നിഹാൽ.സാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്ത ആളുകൾ ജസ്റ്റ് അവിടെ വന്നാൽ ഒരുപാട് ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമൺ സെൻസ്? എന്താണ് സാമാന്യ ബോധജ്ഞാനം? ഇത് വളരെ ബേസിക് ആയ സാധനം. പലപ്പോഴും ഈ ചാപ്റ്റേഴ്സ് പലരും ഈ ചാപ്റ്റർ മനസ്സിലാവുന്നില്ല സാറേ. ഇത് മനസ്സിലാവാൻ ഒന്നുമില്ല. ഈ ചാപ്റ്റർ വളരെ നമുക്കൊക്കെ കോമൺ സെൻസ് നോളജ് ഉണ്ട്. എന്താ കോമൺ സെൻസ് നോളജ് എന്നല്ല, പലപ്പോഴും ഒരു എന്താണ് ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ സൂര്യനെ ഇന്ന് പകലാണ്, സൂര്യനില്ലെങ്കിൽ രാത്രിയാണ് എന്ന് മനസ്സിലാക്കാമല്ലോ നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ? അല്ല, നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടും നമ്മൾ മനസ്സിലാക്കിയ അറിവിൻ്റെ ബേസിലാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ തീ തൊട്ടാൽ പൊള്ളും സ്കൂളിൽ പോയി പഠിച്ചാണ്. അല്ല, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പഠിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ്. ഇപ്പൊ എന്താ കോമൺ സെൻസ് നോളജ് പറഞ്ഞാലോ? കോമൺ സെൻസ് നോളജ് ഈസ് ദ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽസ് അക്വയർ അബൌട്ട് ദ വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ദ കൾച്ചറൽ നോളജ്. എന്താ പറയുന്നത്? വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും സാമൂഹ്യ ഇടപെടലിലൂടെയും സാംസ്കാരിക അറിവിലൂടെയും വ്യക്തികൾ ലോകത്തെ നേരിട്ട് മനസ്സിലാക്കുന്ന വിളിക്കുന്ന പേരാണ് സാമാന്യ ബോധജ്ഞാനം. ഇത് ബേസ് അതങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ പറയാം എനിക്ക് കോമൺ സെൻസ് നോളജ് നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറില്ലേ, ചില മണ്ടത്തരം കളിക്കുമ്പോൾ നമുക്ക് കോമൺ സെൻസ് നമുക്ക് അറിയില്ല മോനെ, അത് ഷോക്ക് അടിക്കുന്നത് നമുക്ക് അറിയണ്ട, പിന്നെ അവിടെ കൈയിടാൻ പോകണോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചില ചോദിക്കാറില്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഒരു പ്ലഗിനുള്ള കൈയിട്ട ഷോക്ക് അടിക്കും. നമുക്ക് അറിയുന്ന കാര്യം സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജീവിതാനുഭവത്തിൽ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന കാര്യത്തെ വിളിക്കുന്നവരാണെന്ത്? സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ്. മറക്കണ്ട. റെഡി? അവിടെ നമുക്ക് വിളിച്ചോ. സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ വിലയിരുത്തുക. എന്തൊക്കെയാണ്? അസസ് ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ്. കോമൺ സെൻസ് നോളജിന്റെ പരിമിതികൾ എന്തെല്ലാമാണ് കോമൺ സെൻസ് നോളജിന്റെ പരിമിതികൾ? എന്തൊക്കെ പരിമിതിയാണുള്ളത്? ഒരുപാട് പരിമിതി. കാര്യം ഇതൊരു 100% ശരിയായ സാധനമല്ലേ. പലപ്പോഴും നമ്മൾ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങളാണ് കോമൺ സെൻസ് നോളജ് നമ്മൾ പറയാറും കേൾക്കാറും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുള്ളത്. പലപ്പോഴും 100% ശരിയാകാറില്ല അല്ലേ. എന്തൊക്കെയാണ്? എന്താ? ബേസിക്കലി സ്പെക്കുലേഷൻസ് ആണ്. ഊഹത്തിന്റെ അടിസ്ഥാനം പല ശീലങ്ങളെയും ഊഹങ്ങളുടെയും നമ്മൾ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? റിലീസ് ഓൺ ദ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്. നമ്മൾ അത്രയും കാലം കേട്ടതും കണ്ടതുമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് 100% ശരിയാൽക്കൊന്നും ഒരു നിർബന്ധമില്ല. രണ്ടാമത് എന്താ? ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോ ടൈപ്സ്. പലപ്പോഴും എന്താണ്? വാർപ്പ് മാതൃകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. വാർപ്പ് മാതൃകൾ. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഓൺലി ഓൺ പാർഷ്യൽ നോളജ്. നമുക്ക് എന്ത് മാത്രം നൽകുന്നു? ഭാഗികമായ അറിവുകൾ മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒന്നും മനസ്സിലാക്കാൻ കാരണം സമൂഹത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ എന്തോ കണ്ടതോ കേട്ടതുമായ ചെറിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പല വിഷയം നമ്മൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇത്തരം കോംപ്ലക്സ് ആയ ഒരു വിഷയത്തെ പറ്റി പഠിക്കാൻ നമുക്ക് എന്തിലൂടെ സാധിക്കില്ല? കോമൺ സെൻസ് നോളജ് നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻ ഓർ ദ സ്റ്റഡീസ്. ഒരിക്കലും സാമാന്യ ജ്ഞാന ബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമൊന്നുമല്ല. നമ്മൾ പണ്ട് മുതലേ നാട്ടിൽ പറഞ്ഞു വരുന്ന കാര്യം, പണ്ട് മുതലേ നാട്ടിൽ കേട്ട് വരുന്ന കാര്യം, ആ കേട്ട് കേൾവി നമ്മൾ അറിഞ്ഞതുമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സാമാന്യ ജ്ഞാന ബോധത്തിൽ നമ്മൾ എത്തുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ഇല്ല, നമ്മൾ പലപ്പോഴും എന്താ പറയുക, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിച്ച് നമ്മൾ എന്ന് പറയും ഇവിടെ പല്ലുമത്തപ്പോൾ ഇബ്ലീസ് വീട്ടിട്ട് വേഗം കഴിച്ചു നമ്മൾ പറയാറില്ലേ. അങ്ങനെ ആളുണ്ട്, അങ്ങനെ ആളൊന്നുമില്ല, പക്ഷെ കുട്ടി പേടിച്ച് കഴിക്കും. സോ അതാണ് നമ്മുടെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് അല്ലേ. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി? വാട്ട് യു മീൻ ബൈ സോഷ്യൽ അനാലിസിസ്? സാമൂഹ്യ വിശകലനം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സാമൂഹ്യ വിശകലനം, സോഷ്യൽ അനാലിസിസ്? എന്താണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. സോഷ്യൽ അനാലിസിസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് how social relationship, social institution, social structure and the social problem affect individual and society. സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും അത് വ്യക്തിയെയും അതുപോലെ തന്നെ സമൂഹത്തെയും തമ്മിൽ ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെടുത്തുന്നുണ്ട്? എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാമൂഹ്യ ഘടകങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് സാമൂഹ്യ വിശകലനം, സോഷ്യൽ അനാലിസിസ് അല്ലെ. സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയത്തെയും നമ്മൾ പഠിക്കുക. എങ്ങനെയാണ്? ഇപ്പൊ പെട്ടെന്ന് ഇന്റർനെറ്റ് അങ്ങ് മൊത്തത്തിൽ നിരോധിക്കാന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഇന്റർനെറ്റ് നിരോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പണി പോവും. കാരണം ഞാൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. വേറെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എൻ്റെ വലിയൊരു വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലൈനാണ്. അതില്ലെങ്കിൽ കഴിഞ്ഞ്.
അപ്പോൾ അതെന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ എടുക്കുന്ന പല കാര്യങ്ങളും വ്യക്തിപരമായ ആളുകൾ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്ന് കൃത്യമായി പഠിക്കുന്നതാണ് എന്ത് ഈ പറയുന്ന സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത് നോക്കുക, ഇനി ഇങ്ങനത്തെ ചില ചോദ്യങ്ങളുണ്ട്. അവ ഡയറക്റ്റ് ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം തന്നെ ചോദിച്ചാൽ ഈ കണ്ടന്റ് ആയിരിക്കും ചോദിക്കുക. ചോദ്യം പല രീതിയിൽ ചോദിച്ചാലും ഉത്തരം സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടന്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അടുത്ത ചോദ്യം നിങ്ങൾ ഹൈ സ്കോർ ക്യാൻ ഓൺലി അച്ചീവ് ബൈ സ്റ്റഡിങ് എ ലോങ് ടൈം, ഇറ്റ് ഈസ് ദ സെയിം ഫോർ എവറി വൺ. എന്താണ്, കൂടുതൽ നേരം പഠിച്ചാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇത് ഒരുപോലെയാണോ? അതായത് എന്താണ്, ഒരു കോമൺ സെൻസ് നോളജിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. ഒരു കുട്ടി കൂടുതൽ നേരം ഒരു 5-8 മണിക്കൂറൊക്കെ കുട്ടി പഠിക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ നിങ്ങൾക്കൊക്കെ എക്സാമിൻ്റെ സമയം നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? പക്ഷെ അത് ശരിയാണോ? ശരിക്കും സാമാന്യ ഞാൻ ബോധത്തോട് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമെങ്കിലും അത് ശരിയല്ല. എന്താ കാരണം നോക്കി നിങ്ങൾ, വാട്ട് ക്യാൻ ബി ഡൺ അലോങ് വിത്ത് ടു അച്ചീവ് അക്കാഡമിക് എക്സലൻസ്, അക്കാഡമിക് മികവ് കൈവരിക്കുന്നതിന് ഇതോടുകൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. സോ ബേസിൽ നമ്മൾ ചില ആൾ ഗ്രൂപ്പ് ലേണിംഗ് ആയിരിക്കും, സംഘം ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമതോ ടേക്കിംഗ് റെഗുലർ ഇന്റർവെൽ ആൻഡ് പ്രോപ്പർ വൈൽ സ്റ്റഡിങ്, നമുക്ക് പഠിത്തം ഒരു അരമണിക്കൂർ പഠിച്ചൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും അരമണിക്കൂർ പഠിച്ചൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ആൻഡ് മാനേജ് ടൈം എഫക്റ്റീവ്ലി, സമയത്തിന് മുൻഗണന നൽകുകയും ഫലപ്രദമായി സമയം കൈകാര്യം ചെയ്യുകയും ചെയ്യുക അല്ലെ. കൃത്യമായി ടൈമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തി പഠിക്കുക. അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ലാതെ 24 മണിക്കൂറും ഇരുന്ന് പഠിക്കുന്നതിന് മാത്രമല്ല നല്ല സ്കോർ കിട്ടുക, അതൊരു തെറ്റായ ധാരണയാണ്. കോമൺ സെൻസ് നോളജ് ആണ്. റെഡിയാക്കി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തെ കുറിച്ച് എഴുതുക. എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? ഈ പറഞ്ഞ സോഷ്യൽ അനാലിസിസ്, സാമൂഹ്യ വിശകലനം കോമൺ സെൻസ് നോളജിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളെ മറികടന്നുകൊണ്ട് സാമൂഹ്യ വിശകലനത്തെ അതിൻ്റെ ഏറ്റവും അടിപൊളിയായ രീതിയിൽ സമൂഹത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്കില്ലാണ്, തിങ്കിങ് കപ്പാസിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്കില്ലിനെ വിളിക്കുന്നവരാണെന്ത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പം. നോക്കി നിങ്ങൾ, സോഷ്യൽ ഇമാജിനേഷൻ ആസ് ദ സ്കിൽ identify the analyze how the individual problems are related to the broader social structure. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ വലിയ സാമൂഹ്യ ഘടകങ്ങളുമായി ഏതെല്ലാം രീതിയിൽ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് പഠിപ്പിച്ചു തരുന്ന, നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ് വിളിക്കുന്ന ഒരു സ്കില്ലാണെന്ത്, സമൂഹശാസ്ത്ര സങ്കല്പം, സാമൂഹ്യ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമൂഹശാസ്ത്ര ഭാവനയിലുള്ള സാമൂഹ്യ സങ്കല്പമല്ലാണ് സാമൂഹ്യ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോലും. ഓക്കെ, ഇതാരാണ്? അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ചാൾസ് റൈറ്റ് മിൽസ് ആണ് ഇത് കണ്ടെത്തിയത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ്, കോമൺ സെൻസ് നോളജിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും നമുക്ക് എന്തിലൂടെ മറികടക്കാൻ സാധിക്കും? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. എക്സ്പ്ലെയിൻ അതർ 2 ക്യാരക്ടേഴ്സ്. സാമൂഹ്യ വിശകലനം എന്താണ്? സമൂഹ വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതയാണ്. മറ്റ് 2 സവിശേഷതകൾ വിശകലനം ചെയ്യുക. മക്കളെ ഇതങ്ങ് പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോൾ ഒരു 5 മാർക്കിന് എസ്സേക്കും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് ഷോർട്ട് എസ്സേക്കും ചോദിച്ചേക്കാം. അപ്പോൾ ഇത് സവിശേഷതകൾ പഠിച്ചു നോക്കുക. ഏതൊക്കെയാണ്? പിന്നെ ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം ഉണ്ടാകുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം, അതിൽ എംപതി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത. ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യലും, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. ചുരുക്കി പറഞ്ഞാൽ എക്സാമ്പിൾ ത്രൂ ആയിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇത് ഓരോ എക്സാമ്പിൾ വെച്ചിട്ടല്ലേ, ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ടെക്സ്റ്റ് ബുക്ക് ബേസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. റെഡി? ഹൗ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഡിഫറെന്റ് അനലൈസിങ് സോഷ്യൽ പ്രോബ്ലം. സാമൂഹ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നില്ല. സാമാന്യ ജ്ഞാനബോധവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനം വരുന്ന കോമൺ സെൻസ് നോളജ് അപ്രോച്ചും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സമൂഹശാസ്ത്ര സങ്കല്പത്തെയും അതുപോലെ സാമാന്യ ജ്ഞാനബോധത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. ലിമിറ്റ് ടു പേഴ്സണൽ വ്യൂ ആൻഡ് എക്സ്പീരിയൻസ്. നമുക്കറിയാം കോമൺ സെൻസ് സാമൂഹ്യ ജ്ഞാനം പോകുന്നതാണെങ്കിലോ വ്യക്തിഗത വീക്ഷണങ്ങൾക്ക് മാത്രമേ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതായത് ഞാൻ എന്ത് മനസ്സിലാക്കുന്നു അത് 100% ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല അല്ലേ. പക്ഷെ നമ്മൾ കോമൺ സെൻസ് സാമാന്യ ജ്ഞാനം സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് നോക്കിക്കാണുക? നോക്കി നിങ്ങൾ, ദ സ്കോപ്പ് ഈസ് ബ്രോഡർ ആസ് ഇറ്റ്സ് കണക്ട് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ടു ലാർജർ സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹ്യ ഘടനകളുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നുണ്ട് അല്ലേ.
ഇനി എന്താ പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താ വാർപ്പ് മാതൃക സ്റ്റീരിയോ ടൈപ്സിനെ അടിസ്ഥാനമാക്കിയതോ ഇതല്ല എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സിന്റെ ബേസിലാണ്. ഇവിടെ നമുക്ക് എന്താണ് സോഷ്യൽ നമ്മളിവിടെ ഒരിക്കലും ക്രിട്ടിക്കൽ തിങ്കിങ് ഇവിടെ നടക്കുന്നില്ല അല്ലേ. എന്താണ് സാമൂഹ്യ വിമർശനാത്മകമായി നമ്മൾ ചിന്തയിലൂടെ നമ്മളല്ല നോക്കുന്നത്. പക്ഷെ ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. വിമർശനാത്മകമായ ചിന്തയിലൂടെയാണ് പല കാര്യத்தைയും നമ്മൾ നോക്കി കാണുന്നത്. കൃത്യമായി പഠിച്ചു വെക്കുക, സെറ്റാക്കി വെക്കുക. ആ മക്കളെ രാത്രി കറക്റ്റ് 7:15 ഇങ്ങ് പോരുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്തിൻ 3 മണിക്കൂറിൽ 72 മാർക്ക് നിങ്ങളെ സെറ്റാക്കുന്ന രീതിയിലേക്ക് ഫുൾ ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് വിത്തിൻ 3 hours നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരും. അപ്പോൾ വേറെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വേറെ കറക്റ്റ് 7:15 ഇങ്ങോട്ട് പോരുക. പുതിയ ചോദ്യ പേപ്പർ വെച്ച് നാളത്തെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഒരു കുട്ടി പോലും തോൽക്കൂല. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ടഫ് ഇത് ഞങ്ങളെ പ്രതീക്ഷിതല്ല സാറേ എന്ന് ഒരു കുട്ടിയും പറയില്ല. ആ രീതിയിൽ എന്ത് ചെയ്യും സെറ്റ് ചെയ്ത് തരുമ്പോൾ ഞങ്ങളെ എന്താണ് പിന്നെ ഒരു 100% ഗ്യാരണ്ടി ആണത്. സോ ഡോണ്ട് വറി. സോ കറക്റ്റ് 7:50 ഇവിടുത്തെ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിഹാൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിഹാൽ.സാറിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫോളോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫ്യൂച്ചറിൽ വീണ്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യം സംശയമില്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ എല്ലാ മക്കൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.